ബി.ജെ.പിയുടെ ബുൾഡോസർ രാജ് തിരുവനന്തപുരത്തും മേയർ ശ്രീ രാജേഷ് പൊളിച്ചടുക്കുകയാണ്. ഷാജൻ സ്കറിയയുടെ ഈ റിപ്പോർട്ടും നമുക്ക് കേട്ടു നോക്കിയാലോ. മതേതരത്വത്തിന്റെ പ്രതീകമായ പാളയം രക്തസാക്ഷി മണ്ഡപത്തോട് ചേർന്ന് കിടക്കുന്ന, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തോട് ചേർന്ന് കിടക്കുന്ന, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തോട് ചേർന്ന് കിടക്കുന്ന, സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് കിടക്കുന്ന, യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്ന് കിടക്കുന്ന പാളയം മാർക്കറ്റ്. ഈ പാളയം മാർക്കറ്റ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി CPM ഗുണ്ടകളുടെ നിയന്ത്രണത്തിലായിരുന്നു. നഗരസഭയുടെ ഭരണം അവർക്ക് മാത്രമായിരുന്നതുകൊണ്ട് ഒരു നിയമവും അവർക്ക് ബാധകമായിരുന്നില്ല. പാളയം മാർക്കറ്റിൽ അനധികൃതമായി യാതൊരു അനുമതിയുമില്ലാതെ നിരവധി ചെറിയ നിർമ്മാണങ്ങൾ നടത്തി അവയൊക്കെ നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുക്കുന്ന മാഫിയ നിലവിലുണ്ടായിരുന്നു. നഗരസഭയ്ക്ക് ഒരു കൺട്രോളും അതിന്റെ മേലുണ്ടായിരുന്നില്ല. മീൻ വിൽക്കാൻ വരുന്നവരടക്കമുള്ള, പച്ചക്കറി വിൽക്കാൻ വരുന്നവരടക്കമുള്ള സാധാരണക്കാരിൽ നിന്നും അവർ ഗുണ്ടാപിരിവ് നടത്തിയിരുന്നു. ഒരു കൊട്ട മീനിന് 500 രൂപ എന്ന നിരക്കിനാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്ന് അവിടുത്തുകാർ പരാതിപ്പെടുന്നു. അനധികൃതമായി പണം കൊടുക്കുക, അനധികൃതമായി വാടക പിരിക്കുക, ഇവയൊക്കെയായിരുന്നു പാളയം മാർക്കറ്റിലെ CPM പിന്തുണയുള്ള ഗുണ്ടകളുടെ രീതി. CPM ഗുണ്ടകളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന പാളയം മാർക്കറ്റ് പിടിച്ചെടുക്കാൻ മേയർ രാജേഷ് തീരുമാനിക്കുന്നു. അതിന് ഭാഗമായി രാജേഷും നഗരസഭാ കൗൺസിലർമാരും ഒന്നിലധികം തവണ പാളയം മാർക്കറ്റ് സന്ദർശിക്കുന്നു. ആളുകളോട് നിങ്ങൾ ഒരു കാരണവശാലും കപ്പം കൊടുക്കരുത്, നിർബന്ധിക്കുന്നവരുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞങ്ങൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അതിന് ഗുണമുണ്ടാവുകയും ചെയ്തു. സകല അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചു നീക്കാൻ രാജേഷ് അവിടെ കടകൾ നടത്തുന്നവരും അതിന്റെ ഉടമസ്ഥവരെന്ന് അവകാശപ്പെടുന്നവർക്ക് നോട്ടീസ് കൊടുക്കുന്നു. പക്ഷേ നോട്ടീസ് കൈപ്പറ്റിയിട്ടും അവർ ഗവനിച്ചില്ല. CPMന്റെ ഗുണ്ടാബലത്തിൽ ചെറുത്തു നിൽക്കാം എന്നവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നലെ രാജേഷ് വൻ പോലീസ് സന്നാഹത്തോടെ അവിടെ എത്തി അനധികൃത കെട്ടിടങ്ങളെല്ലാം കുത്തിപ്പൊളിച്ചു കളഞ്ഞു. CPM അടപടലം പെട്ടിരിക്കുകയാണ്. അരനൂറ്റാണ്ടിലധികമായി കോർപ്പറേഷന്റെ ഭരണം CPMനായതുകൊണ്ട് കോർപ്പറേഷന് നികുതി നഷ്ടം വരുത്തിക്കൊണ്ട് ഗുണ്ടാ പിരിവ് നടത്തി പാളയം മാർക്കറ്റിനെ മാഫിയ സെന്ററായി ഉപയോഗിച്ചിരുന്നവരാണ് ഇന്നലെ രാജേഷിന്റെ ബുൾഡോസറിന് മുമ്പിൽ തോറ്റമ്പി ഓടി രക്ഷപ്പെട്ടത്. അവിടെയും അവസാനിപ്പിക്കുന്നില്ല രാജേഷ് തന്റെ പോരാട്ടം. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ കഴിഞ്ഞ മേയറുടെ കാലത്ത് തുടങ്ങിവെച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പാളയം മാർക്കറ്റിൽ നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു തരത്തിലും പാളയം മാർക്കറ്റിലെ ഉപയോക്താക്കൾക്കോ അവിടുത്തെ കച്ചവടക്കാർക്കോ ഗുണം ചെയ്യാത്ത വിധത്തിൽ പണം അടിച്ചു മാറ്റുന്ന വലിയ അഴിമതിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പിന്നിൽ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ അന്വേഷണവും നടപടിയും ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തെ ശുദ്ധീകരിക്കാനുള്ള മേയർ VV രാജേഷിന്റെ ശ്രമം ജനപിന്തുണയോടെ മുന്നേറുമ്പോൾ BJPക്ക് മറ്റൊരു കരുത്തനായ നേതാവിനെ കൂടി